8 നില പൊട്ടും, 8 നില തോക്കും. സംശയം എന്താ? ഒരു സംശയവും വേണ്ട. കാരണം എന്താണെന്നറിയാമോ? ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ചെയ്യരുത്. ഇപ്പം ഇദ്ദേഹം ചോദിച്ച പോലെ അവരൊരു മിടുക്കിയായ രാഷ്ട്രീയക്കാരിയാണ്, നിഷ്കളങ്കമായ സ്ത്രീയാണ്. പക്ഷെ കൃത്രിമത്വം കയ്യിൽ നിന്ന് മാറ്റണം. ഒരിക്കലും ഇ പി ജയരാജനെ പോലെ മാന്യമായി പെരുമാറുന്ന ആളെ വഴിയാധാരമാക്കാൻ തെറ്റിദ്ധരിപ്പിക്കണം പറയരുതായി. എനിക്ക് ഇ പിയോടുള്ള സഹതാപമൊന്നും കൊണ്ടല്ല, അത് പറയാൻ പാടില്ല. ഒരു രാഷ്ട്രീയക്കാർ ഇപ്പം കുടുങ്ങണ കണ്ട, ഓ എങ്ങനെ കുടുങ്ങി, സകല ഇമേജും പോയില്ലേ? എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കണം. എന്നിട്ട് എവിടെയെങ്കിലും എത്തിയ അതാണ് കൃത്രിമത്വത്തിൻ്റെ അവസ്ഥ. ആവശ്യം രാഷ്ട്രീയ ഭാവിയൊന്നും 74 കഴിഞ്ഞ് CPM-ന്റെ പാർട്ടി ഭരണഘടന പ്രകാരം 75 റിട്ടയർമെന്റ് ആണ്. അപ്പൊ ഭാവിയൊന്നും അദ്ദേഹത്തിന്റെ പോയതല്ല. പക്ഷെ ആവശ്യം അദ്ദേഹത്തിന് ഒഴിയേണ്ടി വന്ന് അനാവശ്യമായി അദ്ദേഹത്തെ കൊണ്ട് കുടുക്കി. അത് തെറ്റാണ് അവർ ചെയ്തത്. അതിന്റെ പീഡനങ്ങളല്ലേ കണ്ടില്ലേ? തോറ്റുപോയിരിക്കും. 8 നില തോക്കും. സാധാരണ 2 കിട്ടണ്ടേ, ഇത്തവണ 3 പോയി പോകും. പാലക്കാട് എഴുതി വെച്ചോ റിസൾട്ട്. 4-ാം തീയതി നമുക്ക് 11 മണി നമുക്ക് കാണാമല്ലോ. അല്ലെങ്കിൽ 2 എത്തിയേനെ, 3ലേക്ക്. ഒരു സംശയവും വേണ്ട. കൃത്രിമം സൃഷ്ടിക്കരുത്. നിങ്ങൾ നാളെ ഒരു ഡിബേറ്റ് അറേഞ്ച് ചെയ്യും, ഞങ്ങൾ 1 to 1 ഇരിക്കാം, ശോഭ പറയട്ടെ, തെളിയിക്കട്ടെ. പക്കാ കൃത്രിമം. ഈ പേരാനെ കണ്ടെന്ന്, ഈ പേരാനെ ആകെ കണ്ടത് ജാവദേക്കർ, അത് 100%. അത് ഞാൻ തന്നെ പറഞ്ഞാണല്ലോ, ജാവദേക്കർ കണ്ടെന്ന് എൻ്റെ സാന്നിധ്യത്തിൽ. ഇത് കൃത്രിമം സൃഷ്ടിച്ച് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിച്ച് ഇനിയിപ്പോൾ കണ്ടോ കേസ് ഫേസ് ചെയ്യേണ്ട ട്രയലിലേക്ക് എത്തുകയാണ്. അപ്പോൾ വിചാരണ കോടതി പറയുമല്ലോ എവിടെ വെച്ച് കണ്ട്, തെളിയിക്കണമല്ലോ. ഞാനൊരു വിറ്റ്നസ് ആണല്ലോ, സാക്ഷിയായിട്ട് ഞാൻ ചെല്ലുമല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കൃത്രിമത്വത്തിനുള്ള കുഴപ്പമാണ്. ഇപ്പം കണ്ടില്ലേ, കുടുങ്ങിയ കണ്ട, വേറെ ആരെങ്കിലും കുടുങ്ങിയ? എല്ലായിടത്തും BJP-ക്കാർ മണം കൊടുത്തിട്ടുണ്ട്, ഒരു സംശയമില്ല. എന്നിട്ട് ആരെങ്കിലും കുടുങ്ങിയോ? കുടുങ്ങിയതാരാ? ശോഭാ സുരേന്ദ്രൻ. ഇതാണ് കൃത്രിമം സൃഷ്ടിച്ചാലുള്ള അവസ്ഥ. സ്വന്തമായിട്ട് കുഴി ചാടും.